ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുളക് ചെടിയിൽ നല്ല രീതിയിൽ മുളക് കായ്ക്കുവാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എങ്ങനെ നല്ല അടിപൊളി വളങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് കണ്ടോ, ഞാനിവിടെ ഈ മുളകിൻ്റെ തൈകളൊക്കെ ചട്ടിയിലാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് മുളക് ഇതിൽ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീട്ടിലുള്ള വളങ്ങൾ തന്നെയാണ് കൂടുതലും ചെടികൾക്കൊക്കെ കൊടുക്കാറ്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം, അതുപോലെ വിറക് കത്തിച്ച ചാരം. അപ്പോൾ ഇത് കണ്ടോ, ഞാനിവിടെ ഒരു 3 ദിവസം പഴക്കമായ കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് കൂടുതലും ചെടികൾക്ക് കൊടുക്കാൻ നല്ലത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വിറക് കത്തിച്ച ചാരമാണ്. 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു 1-2 പിടി ചാരം ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് കഞ്ഞിവെള്ളത്തിൽ മിക്സാക്കി കൊടുക്കുക. ഇതിങ്ങനെ മിക്സാക്കിയതിന് ശേഷം ഇത് നേരിട്ട് കൊണ്ടുപോയി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. അതിലോട്ട് 1 കപ്പ് കഞ്ഞിവെള്ളമാണല്ലോ എടുത്തത്, 5 കപ്പ് വെള്ളം ചേർത്ത് അതിനെ നേർപ്പിക്കണം. ഈ കപ്പിന് തന്നെ 5 കപ്പ് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇതാ ഞാൻ 5 കപ്പ് വെള്ളം ചേർത്ത് ഇതിനെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാത്തരം ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചാരമില്ലെങ്കിൽ ഈ കഞ്ഞിവെള്ളം മാത്രം ഇതുപോലെ നേർപ്പിച്ചിട്ടും നമുക്ക് ദിവസവും ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ചാരട്ട് നമുക്ക് ആഴ്ചയിൽ 1 ദിവസം ഒഴിച്ചു കൊടുക്കാം. വെണ്ടയ്ക്കയ്ക്ക്, മുളകിന്, തക്കാളിക്ക്, വഴുതനയ്ക്ക്, എല്ലാത്തരം ചെടികൾക്കായാലും പൂച്ചെടികൾക്കായാലും ഒത്തിരി നല്ലതാണ് ഈ കഞ്ഞിവെള്ളവും ചാരവും. മുളകൊക്കെ നിറയെ കായ്ക്കുവാൻ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ വെറുതെ പാഴാക്കി കളയണ്ട. കഞ്ഞിവെള്ളമൊക്കെ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ കൊടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുപോലെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം മുളക് ചെടിയുടെ ഇലകളിലൊക്കെ തളിച്ചു കൊടുത്താൽ കീടങ്ങളുടെ ആക്രമണം വളരെ കുറവായിരിക്കും. ഇത് കണ്ടോ, ഈ ചട്ടിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് മുളകൊക്കെ. ഞാനിവിടെ പാവക്കൊക്കെ, കുരുമുളകിന്, എല്ലാത്തരം ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത്. ഗ്രോ ബാഗിൽ, ഇതുപോലുള്ള ബക്കറ്റിൽ, അതുപോലെ പഴയ സിമൻറ്റിൻ്റെ ചാക്കിലൊക്കെയാണ് ഞാൻ ഈ പൊട്ടി മിക്സൊക്കെ നിറച്ച് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ചെടികൾക്കും ആഴ്ചയിൽ 1 ദിവസം ഇതുപോലെ ഞാൻ ചാരമിട്ട്, കഞ്ഞിവെള്ളത്തിൽ ചാരമിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. മുളകിനാണ് കേട്ടോ കൂടുതലും ഇത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. മുളകിൽ ധാരാളം മുളകുണ്ടാകുവാനൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടതിലൊക്കെ ഒരുപാട് മുളകാണ് കേട്ടോ ഇതിലൊക്കെ കായ്ച്ച് നിൽക്കുന്നത്. ഇതിങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുളക് കണ്ടത് ഇങ്ങനെ മുകളിലോട്ടാണ് കേട്ടോ ഇതിങ്ങനെ കായ്ച്ച് നിൽക്കുന്നത്. അതിൻ്റെ അടിയിൽ തന്നെ നമ്മുടെ സാധാ പച്ചമുളകും ഉണ്ട് കേട്ടോ. ഒരു ചട്ടിയിൽ തന്നെ 2-3 തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.